നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒരു അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡാണ്. അപ്പം എല്ലാവർക്കും അറിയാം അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്താണെന്ന്. അപ്പം പല കുട്ടികളും എന്നോട് ചോദിക്കാറുണ്ട്, സാർ എനിക്ക് 4 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, എന്നിട്ടും ഞാൻ GCC കൺട്രീസിൽ പോകുമ്പോൾ എനിക്ക് അക്കൗണ്ടിങ് ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നു, ഞാൻ പഠിച്ചതുപോലെയല്ല ഇവിടുത്തെ അക്കൗണ്ടിങ് സിസ്റ്റം. ഇങ്ങനെയൊക്കെ കുറേ ക്വസ്റ്റ്യൻസ് വരുന്നു. അതിനൊരൊറ്റ ആൻസറേ ഉള്ളൂ. GCC കൺട്രീസ് ഫോളോ അപ്പ് ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് IFRS ആണ്. എന്നാൽ ഇൻ്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ആണ്. GCCയിൽ നമുക്ക് ജോലിക്ക് പോകണമെങ്കിൽ, അവിടെ ഒരു അക്കൗണ്ടൻ്റ് ആവണമെങ്കിൽ നിങ്ങൾ എന്തായാലും IFRS അറിഞ്ഞിരിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾ ഭയങ്കര രീതിയിൽ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പം IFRS എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡാണ്. അപ്പം അത് അറിയാതെ നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പം പ്രധാനമായിട്ടും GCC മാത്രമല്ല, ലോകത്തിലെ 182 രാജ്യങ്ങളിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരേ ഒരു സ്റ്റാൻഡേർഡ് മാത്രമേ ഉള്ളൂ IFRS. മറ്റ് ഇപ്പോൾ ഇന്ത്യക്കാണെങ്കിൽ ഇന്ത്യൻ IAS എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഉണ്ട്, ഇന്ത്യ IAS ഉണ്ട്. പിന്നെ പലർക്കും ഇപ്പോൾ അമേരിക്കയ്ക്കാണെങ്കിൽ അമേരിക്കയ്ക്ക് സ്വന്തമായിട്ട് സ്റ്റാൻഡേർഡ് ഉണ്ട്. പക്ഷേ GCC കൺട്രീസസ് ഫോളോ അപ്പ് ചെയ്യുന്ന അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ IFRS ആണ്. ഈ സ്റ്റാൻഡേർഡ് വളരെയധികം ഇൻഡെപ്ത് നോളജ് വേണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇതിനെക്കുറിച്ച് ബേസിക് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷൻ ചെയ്യുമ്പോഴോ, അല്ലെങ്കിൽ ഒരു ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പോഴോ, അല്ലെങ്കിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴോ ഈ ഒരു സ്റ്റാൻഡേർഡിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കുക. അല്ലാത്ത പക്ഷം നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. ഉദാഹരണത്തിന് GCCയിലെ സൗദി അറേബ്യയിൽ ഒരു കമ്പനിയുണ്ട്. ആ കമ്പനിക്ക് ദുബായിലും ബഹ്റിനിലും ഒമാനിലും ബ്രാഞ്ച് ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ളപ്പം നമ്മൾ ഒരേ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് ഫോളോ അപ്പ് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുമ്പം നമുക്ക് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ പല രാജ്യങ്ങളും IFRS ആണ് ഫോളോ ചെയ്യുന്നത്. GCC IFRS തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം IFRS പഠിക്കാതെ കൊണ്ട് നമ്മൾ GCC കൺട്രീസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിനി IFRSനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. അതുപോലെ ഇത്രയാണ് പ്രധാനമായിട്ട് IFRSനെ കുറിച്ച് പറയാനുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല, എന്നാലും IFRSനെ കുറിച്ച് ഇത്ര ഞാൻ പറയുന്നു. അതുപോലെ തന്നെ ഈ സെക്ഷനിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് പറയാം. താങ്ക് യു.